പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്നല്ല രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെല്ലാവരും സേവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ രാത്രി സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ലൈവ് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുത സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല എന്നുള്ളത് വചനം സാക്ഷ്യം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വചനം സത്യമായി പറയുകയാണ്. ഇന്ന് രാത്രികാലം ആ വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിജീവിതങ്ങളാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മെ ലജ്ജിപ്പിച്ചു കളയുവാൻ, നമ്മുടെ തലയെ താഴ്ത്തി കളയുവാൻ പിശാച് എത്രയധികം ശ്രമിച്ചാലും വചനം പറയുന്നില്ല, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ സേവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെയും മുഖം ലജ്ജിച്ചു പോവുകയില്ല എന്ന് പിന്നെയും വചനം അടിവരയിട്ട് പറയുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ്. ഇന്ന് രാത്രികാലം പിന്നെയും നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനോടൊന്ന് അടുത്തു ചേരുവാനുമുള്ള സമയമാണ്. ഒരല്പസമയമേ നാം കർത്താവിൻ്റെ സ്ഥലമായിരിക്കുന്നുള്ളൂ എങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ, പൂർണ്ണ മനസ്സോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. കർത്താവിനോട് കൂടെ അടുത്തു വരുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് പിന്നെയും കർത്താവിനോട് അടുത്തു ചെല്ലാം, കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ, കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ മുട്ടുമടക്കുവാൻ സ്വർഗം ഇന്ന് രാത്രി നമ്മെ അനുവദിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പിന്നെയും ഓർപ്പിക്കുന്നു. നമുക്ക് ചില ഗാനങ്ങളെ പാടി കർത്താവിനെ ആരാധിക്കാം. ശേഷം നമുക്ക് പിന്നെയും കർത്താവിനോട് ചേർന്നിരിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Lord Jesus. ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന വലിയ സാവകാശത്തിനായി, വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ആമേൻ. വചനപ്രകാരം പറയുന്നു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവൻ നമ്മെ തേടി വന്നു. ആമേൻ. ദോഷികളാവുന്ന നമ്മെയും അവൻ സ്നേഹിച്ചു. ആ ദൈവ സ്നേഹത്തെ ഓർത്ത് ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാ, മന്നവവർണിപ്പ കേളുതല്ല എനിക്ക്, മന്നവവർണിപ്പാനെഴുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെ എന്നെയും നാദ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദ. ആമേൻ. ആ തിരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദ, തേടി വന്നു
ദോഷിയാമെന്നെ നാദാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ, മന്നവർ നീപ്പ എഴുതല്ല എനിക്ക്, മന്നവർ നീപ്പ എഴുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, തേടി വന്നു. ആമേൻ. നാം ഓരോരുത്തരും പറഞ്ഞാട്ടെ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ, മന്നവർ നീപ്പാനെഴുതല്ല എനിക്ക്, മന്നവർ നീപ്പാനെഴുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ, മന്നവർ നീപ്പാനെഴുതല്ല എനിക്ക്, മന്നവർ നീപ്പാനെഴുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയും നാദാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,
എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ട, തൻ സ്നേഹം ആശ്ചര്യമേ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. ലംഘനങ്ങളും എന്നാഗത്യങ്ങളുമെല്ലാം അകറ്റിയേ തൻ്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും എന്നാഗത്യങ്ങളുമെല്ലാം അകറ്റിയേ തൻ്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. Thank you, Jesus, we love you, Lord. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ. ഓ ഇന്നുമെന്നും കൂടെയുള്ളവനേ യേശുവേ. ഓ ഞങ്ങളുടെ ഭാരങ്ങളെ അറിയുന്ന, ഞങ്ങളുടെ ശാപങ്ങളെ മാറ്റുന്ന, ഞങ്ങളുടെ രോഗങ്ങളെ അകറ്റുന്ന ഞങ്ങളുടെ സാന്നിധ്യത്തിനാ we love you, Lord. We give you honor, we give you praise. Thank you, Lord, thank you, Lord. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. ലംഘനങ്ങളും
എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയേ തൻ്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയേ തൻ്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയേ തൻ്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ. ഇന്നുമെന്നും ആമേൻ, ഇന്നുമെന്നും നമ്മുടെ കൂടെയുണ്ട്. തന്റെ സാന്നിധ്യം ആമേൻ ഇവിടെ വ്യാപരിക്കുന്നത് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും തന്റെ സാന്നിധ്യത്തിന്റെ നിറവ് പകരുവാൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ. തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോലാകവേ. തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോലാകവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും നിൻ വിശുദ്ധി ഞാൻ ദർശിച്ചപ്പോൾ
നിൻ സ്നേഹത്തെ ഞാൻ ആരാഞ്ഞപ്പോ സർവവുമൻ മുൻപിൽ നിഴലായി മാറിയിടുന്നു. നിൻ വിശുദ്ധി ഞാൻ ആരാഞ്ഞപ്പോ നിൻ സ്നേഹത്തെ ഞാൻ കണ്ടിടുന്നു. ഓ ജീസസ്, നിൻ സ്നേഹത്തെ ഞാൻ ആരാഞ്ഞപ്പോ നിൻ ക്രൂശിനെ ഞാൻ കണ്ടിടുന്നു. നീ ഇഷ്ടത്താൽ നീ എന്നെയും വീണ്ടെടുത്തു. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, നിൻ സ്നേഹത്തെ ഞാൻ ആരാഞ്ഞപ്പോ നിൻ ക്രൂശിനെ ഞാൻ കണ്ടിടുന്നു. നിൻ രക്തത്താൽ നീ എന്നെയും വീണ്ടെടുത്തു. ആരാധിക്കും ഞാൻ, ആരാധിക്കും അങ്ങേ ഞാൻ. നിൻ വിശുദ്ധിയിൽ ആരാധിക്കും, നിൻ വിശുദ്ധിയിൽ ആരാധിക്കും. നിൻ വിശുദ്ധി ഞാൻ ദർശിച്ചപ്പോ നിൻ ശൈലത്തെ ഞാൻ കണ്ടിടുന്നു. ത്തോടെ സർവവും സൃഷ്ടി ചെയ്തു. നിൻ സൃഷ്ടി ഞാൻ ആരാഞ്ഞപ്പോ നിൻ സിംഹത്തെ ഞാൻ കണ്ടിടുന്നു. നീ ജ്ഞാനത്തോടെ സർവവും സൃഷ്ടി ചെയ്തു. ആരാധിക്കും ഞാൻ, ആരാധിക്കും അങ്ങേ ഞാൻ. നിൻ വിശുദ്ധിയിൽ ആരാധിക്കും, നിൻ വിശുദ്ധിയിൽ ആരാധിക്കും, നിൻ വിശുദ്ധിയിൽ ആരാധിക്കും, നിൻ വിശുദ്ധിയിൽ ആരാധിക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. തുടർന്ന് ആമേൻ, കർത്താവിന്റെ ദാസൻ നമ്മളോട് ദൈവത്തിന്റെ വചനത്തെ ഷെയർ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ തന്നെ തിരുനാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൈവിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകാം. ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ഗാനങ്ങളെ ശ്രവിക്കുകയൊക്കെ ചെയ്തു. നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത്, കർത്താവിനോട് ചേർന്നു വരുന്നത് പാടുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഒക്കെയാണല്ലേ. എന്താണ് പ്രാർത്ഥന? നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന എന്താണ്? എന്താണ് പ്രാർത്ഥന?
ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. നമുക്ക് എല്ലാവർക്കും സുപരിതമായ ഒരു വേദഭാഗമാണ്. അതിൻ്റെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പിന്നോട്ടുള്ള വേദഭാഗങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹന്ന പറയുകയാണ്, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ്. എന്നിട്ടോ യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഈ ലൈവിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നാം വാക്കുകൾ കൊണ്ടോ നമ്മുടെ നാവുകൾ വെറുതെ ചലിപ്പിച്ചോ പ്രാർത്ഥിക്കുകയല്ല. ഹന്ന പറയുക, ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വാക്കുകൊണ്ടുള്ള നമ്മുടെ നാവുകളെ വെറുതെ ചലിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഞാനും നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനും വ്യക്തമായ മറുപടി ലഭിക്കുമെന്നുള്ളത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹന്ന ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു. ഹന്ന ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ പൊന്നുതമ്പുരാൻ കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നാം എന്തു ചെയ്യണം? ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥനകൾക്ക് മറുപടിയുള്ളൂ എന്നുള്ളത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുമൊക്കെയും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. 10 പേര് കൂടുമ്പോൾ, ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ സഭയിൽ വരുമ്പോൾ നാവുകൾ ചലിപ്പിച്ചുള്ള വൃഥാ ഉള്ള പ്രാർത്ഥനയല്ല. ഹൃദയം കൊണ്ട്, ഹൃദയവിശുദ്ധിയോടുകൂടി എന്ത് ചെയ്യുക? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യുക? ദൈവത്തോട് പ്രാർത്ഥിക്കുക. പലപ്പോഴും എന്ത് ചെയ്യാണ്? പലപ്പോഴും നാം ഇതൊന്നും ശ്രദ്ധിക്കാതെയാ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കണമെന്ന് നിർബന്ധമില്ല. നാം ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് രാത്രി നമുക്ക് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം? ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ഏത് നിലവാരത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഒക്കെയും വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥന, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏത് നിലവാരത്തിൽ നാം പ്രാർത്ഥിക്കണമെന്നൊക്കെ വളരെ വ്യക്തമായി വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്, എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് എന്തുള്ളവരായിരിക്കണം? സുബോധമുള്ളവരായിരിക്കണം, നിർമ്മതരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ നാം എന്തുള്ളവരായിരിക്കണം? സുബോധമുള്ളവരായിരിക്കണം. സുബോധത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പഠിച്ചു വെച്ചുള്ള പ്രാർത്ഥനയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പഠിച്ചു വെച്ചുള്ള ജൽപ്പനങ്ങളല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ സുബോധത്തോടുകൂടി പ്രാർത്ഥിക്കണം. സുബോധത്തോടുകൂടി. ചില വ്യക്തി ജീവിതങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 2 വാക്ക് പ്രാർത്ഥിക്കും, 2 വാക്ക് പറയും, ബാക്കി ഒരു 9 വാക്കും അനിഭാഷയായിരിക്കും, അല്ലെങ്കിൽ സ്തോത്രമായിരിക്കും. വചനം പറയുക, സുബോധത്തോടുകൂടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ നിർമ്മതരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാ, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം പറയുക, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അലക്ഷ്യമായിരിക്കരുത്. മറ്റൊരു വേദഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നാം എന്തു ചെയ്യണം? നമ്മുടെ റൂമിനകത്ത് കയറി കതകടച്ച് എന്ത് ചെയ്യുക? നമ്മെ ശ്രവിക്കുന്ന, നമ്മെ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏകനായിരുന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ നന്നായി അറിയാവുന്ന ദൈവസന്നിധിയിൽ നാം എന്തു ചെയ്യണം? ശ്രദ്ധയോടുകൂടി ഇരിക്കണം, അലക്ഷ്യമായിരിക്കരുത്. ശ്രദ്ധയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ കർത്താവ് എന്ത് ചെയ്യുന്നത്?
കേൾക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെ യാക്കോബിന്റെ ലേഖനം തന്നെ 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് എന്ത് ചെയ്യും? ക്ഷമിക്കും. അടുത്ത വാക്ക് പറയുക, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ഇന്ന് രാത്രികാലം നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ചില വ്യക്തി ജീവിതങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മിൽ പലരുമുണ്ട്, പ്രാർത്ഥിച്ച് 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 മറുപടി ലഭിക്കാതെ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? പതുക്കെ പ്രാർത്ഥനയുടെ ഒഴുക്കങ്ങ് നിൽക്കും. പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോകുവാൻ ഇടയായിത്തീരും. വചനം പറയുന്നു, മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ മടുപ്പ് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? പ്രാർത്ഥനയിൽ മടുപ്പ് വരുന്നത് വിശ്വാസം കുറയുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോഴാണ് മടുപ്പ് ഫീൽ ചെയ്യുന്നത്. രാത്രി വചനം പറയുകയാ, നീതിമാന്റെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയെ ദൈവം കേൾക്കുകയുള്ളൂ. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കട്ടെ. അടുത്ത വാക്യം, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്യുക? ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. 15-ാമത്തെ വാക്യം, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവനോട് ക്ഷമിക്കും. ഈ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയിലാണ് രോഗങ്ങൾ സൗഖ്യമാകുന്നത്, കർത്താവ് തന്റെ ജനത്തെ രക്ഷിക്കുന്നത്, കർത്താവ് ഒരുവനെ എഴുന്നേൽപ്പിക്കുന്നത്, പിന്നെന്താണ്? കർത്താവ് അവനോട് ക്ഷമിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ ഇതൊക്കെ സംഭവിക്കും കേട്ടോ. ക്ഷമിക്കുന്ന, അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കുന്ന, രക്ഷിക്കുന്ന ഈ വകകളൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രാർത്ഥനയിലൊക്കെ സംഭവിക്കും. പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം പറയുകയാണ്, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുക, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാകണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാകണം. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിനെന്ത് ചെയ്യണം? ജാഗരിപ്പിൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാകട്ടെ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരാകട്ടെ. എപ്പോഴും ശ്രദ്ധയോടുകൂടി നാം എന്ത് ചെയ്യുക? കർത്താവിനോട് അപേക്ഷിക്കുക. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യുക? പങ്കിടുക. ഇവിടെയാ ആ ഉറ്റിരിക്കുന്ന ഇരുപ്പിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. അവിടെയാ ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കാൻ ഇടയായിത്തീരുന്നത്. പലപ്പോഴും ദൈവശബ്ദം കേൾപ്പാൻ നാം താല്പര്യപ്പെടാതെ പ്രാർത്ഥനാ ഇടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നാം പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞിട്ട് നാം ആ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോകാറുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നാം താല്പര്യപ്പെട്ടിട്ടുണ്ടോ? കർത്താവേ, എൻ്റെ വിഷയത്തിനു വേണ്ടി നീ അത്ഭുതങ്ങളെ ചെയ്യണമേ, എൻ്റെ ഭാവിയെ നീ കരുതണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലേ? എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ പറഞ്ഞ് എഴുന്നേറ്റങ്ങ് പോവുകയാ. കർത്താവിന് എന്താണ് എന്നോടും നിങ്ങളോടും സംസാരിക്കാനുള്ളതെന്ന് നാം കേൾക്കാറില്ല. നാം അതിനുള്ള മനസ്സ് വെക്കാറില്ല. ഇവിടെ പറയുക, പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കണം. ഈ ഉറ്റിരിപ്പിലാണ് കർത്താവിന്റെ ശബ്ദം നാം കേൾക്കാൻ ഇടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും മാനുഷിക ശബ്ദങ്ങൾക്ക് നാം ചെവി കൊടുക്കുമ്പോൾ വചനം പറയുക, മാനുഷിക ശബ്ദങ്ങളൊക്കെ നിലയ്ക്കുന്ന സമയമുണ്ട്, അതൊക്കെ നിന്നുപോകുന്ന സമയമുണ്ട്. നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാണെങ്കിൽ സ്വർഗം നമ്മളോട് ഡയറക്റ്റ് ഇടപെടുന്ന സമയം അധിക വിദൂരമൊന്നുമല്ല. ആ കർത്താവിന്റെ ശബ്ദം ഇന്ന് രാത്രി മുതൽ നാം കേൾക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുക. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ എന്ത് ചെയ്യണം? പോരാടണം. അപ്പൊ ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. പ്രാർത്ഥനയെന്ന് പറയുന്നൊരു യുദ്ധമാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം സകല വൈരികളെയും തോൽപ്പിച്ചു കളയുന്ന, സകല തന്ത്രങ്ങളെയും
ഉടച്ചു കളയുന്നതാണ് നമ്മുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയെന്ന് പറയുന്നത്. നമ്മുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ പിശാചിന്റെ സകല തന്ത്രങ്ങളെയും തകർത്തു കളയുമെന്ന് വചനം പറയുക. പോരാട്ടമല്ലേ പ്രാർത്ഥന. ഇന്ന് രാത്രികാലം ആ പോരാട്ടത്തിൽ ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും സ്വർഗം നമ്മോട് വ്യക്തിപരമായി ഇടപെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രികാലം നാം എങ്ങനെ പ്രാർത്ഥിക്കണം? ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു യുദ്ധമാണെന്ന് മനസ്സിലാക്കി, ഒരു പോരാട്ടമാണെന്ന് മനസ്സിലാക്കി, ആ പോരാട്ടത്തിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നാം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയെ അത്ഭുതങ്ങൾ ചെയ്യുന്നത്, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയെ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അപ്പോസ്തല പ്രവർത്തിക്കാത്തൊരു മറ്റൊരു ഭാഗം പറയുന്നുണ്ട്, ഒരു മനസ്സോടുകൂടിയ പ്രാർത്ഥന. ഒരു മനസ്സോടുകൂടിയ പ്രാർത്ഥന. ഇന്ന് ഈ രാത്രികാലം നാം ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നവരാകണം. ഛിന്ന ഭിന്നമായ നിലവാരങ്ങളിൽ ഇരിക്കുന്നവരല്ല. പല വിഷയങ്ങളാൽ കുഴങ്ങി പലതിലേക്കും ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് പല വിഷയങ്ങളിലേക്ക് ശ്രദ്ധയെ കടത്തിവിട്ട് ഒരു ഊഹാപോഹത്തിലുള്ള പ്രാർത്ഥനയല്ല സ്വർഗം കേൾക്കുന്നത്. ശ്രദ്ധയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ പുനതമ്പുരാൻ കേൾക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് അടുത്തു ചെന്ന് ശ്രദ്ധയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളോടൊന്ന് ഇടപെടുമാറാകണമേ, ഞങ്ങളോടൊന്ന് പൂർണ്ണമായി സംസാരിക്കുമാറാകണമേ. സ്വർഗമേ, അത്ഭുതങ്ങളെ നീ ചെയ്യുമാറാകണമേ. നീതിയുള്ള കർത്താവിന്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുമാറാകണമേ എന്ന് നമുക്ക് ശ്രദ്ധയോടുകൂടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ്? ശ്രദ്ധയോടുകൂടി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധയോടുകൂടി. ഈ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഇന്ന് രാത്രി ഫലിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ഇന്ന് രാത്രി ഫലിക്കാൻ പോവുകയാണ്. ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഞരങ്ങുന്നത്? ആ വിഷയങ്ങളെ മുഴുവനുമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് രാത്രി സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാണ്. നാം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് രാത്രികാലം പഠിച്ചു. ഇന്ന് രാത്രി നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥനയെന്ന് നാം പഠിച്ചു, നാം അത് കേട്ടു. വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ന് രാത്രി അത് ഷെയർ ചെയ്തത്, നിങ്ങളോട് അറിയിച്ചത്. ഇന്ന് രാത്രി ആ നിലവാരത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ദൈവമക്കളെ? ഞങ്ങളെ ശ്രവിക്കുന്ന നിങ്ങൾ അതിന് തയ്യാറാണോ? ഏതെങ്കിലും വിഷയത്താൽ പ്രാർത്ഥിച്ച് മടുത്തുപോയവരാണോ നിങ്ങൾ? പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ ഉഴറ്റുന്നവരാണോ? നിങ്ങൾ അതിനകത്ത് ഞരങ്ങുന്നവരാണോ? നിങ്ങൾ ഉഴന്നു നടക്കുന്നവരാണോ? എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിക്കുന്ന നിങ്ങളോടായി ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ പിന്നെയും ഉപദേശിക്കുകയും നിങ്ങളെ പിന്നെയും ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ സകല വിഷയത്തിനു മേലും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കേണ്ടുന്ന നിലവാരത്തിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കേണ്ടുന്ന വിധത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ ഇന്ന് രാത്രി സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് അവൻ സ്വർഗം തുറന്ന് നമുക്ക് മറുപടിയെ നൽകി തരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയങ്ങൾക്ക് അവൻ പൂർണ്ണമായ മറുപടി നൽകി തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഈ രാത്രികാലം ആരെങ്കിലും ഈ വാക്കുകളെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ തന്നെ പറയുകയാ, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. അവന്റെ അത്ഭുതത്തിന്റെ കരം നിങ്ങളുടെ മേൽ വ്യക്തമായി വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലമുറകളുടെ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടോ? കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടോ? കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ? നിങ്ങൾ ജോലി സംബന്ധമായ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണോ? ശുശ്രൂഷ സംബന്ധമായ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണോ? ഇന്ന് രാത്രികാലം കർത്താവ് പറയും, നിങ്ങളുടെ സകല വിഷയങ്ങളെയും എന്ത് ചെയ്യുക? കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. തയ്യാറാണെങ്കിൽ നമ്മൾ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്കറിയാവുന്ന നിലവാരത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. വിശ്വസിച്ച് യെസ്. ഹല്ലേലൂയ. ശ്രദ്ധയോടുകൂടി സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദി. പ്രത്യേക ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിച്ചു തരികയാണ്.
ഈ രാത്രികാലം കർത്താവ് വചനത്തോട് ഞങ്ങളോട് സംസാരിച്ചതുപോലെ ഞങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പലവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന കർത്താവ് വ്യക്തിജീവിതങ്ങൾ ഈ ലൈവിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനതമ്പുരാനെ, ഓരോരുത്തരെയും അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭാരങ്ങൾ മാറി, പ്രയാസങ്ങൾ മാറി, സ്വർഗം അത്ഭുതങ്ങളെ ചെയ്തുവെന്ന സാക്ഷ്യങ്ങൾ കേൾക്കേണ്ടതിന്, തന്റെ ജനത്തെ, തന്റെ മക്കളെ സ്വർഗം എഴുന്നേൽപ്പിക്കേണ്ടതിന് കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും മാറിപ്പോകാൻ ഞങ്ങൾ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ കർത്താവെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ കരയും തന്റെ മക്കളുടെ മേൽ കർത്താവ് വെളിപ്പെടുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. തലമുറകളുടെ വിഷയത്താൽ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവരൊക്കെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ്. ഏതൊരു വിഷയത്താൽ അവർ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ആ വിഷയങ്ങൾ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ സ്വർഗം തലമുറകളെ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തലമുറകളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുടെ ജോലിയെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, തലമുറകളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ, തകതായ വഴികളും വാതിലുകളും സ്വർഗം തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനീതി എന്ന് വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെ ശ്രവിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരോഗ്യവും ബലം സ്വർഗം കൊടുക്കുമാറാകണം. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ, ഇന്ന് രാത്രികാലം പൂർണ്ണമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവേ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുകയാണ്. ജനത്തിന് സൗഖ്യം വെളിപ്പെടുമാറാകണം. സൗഖ്യം ഇന്ന് രാത്രി വെളിപ്പെടണം കർത്താവ്. സ്വർഗമേ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേക അഭിഷക്തന്മാർ ഞങ്ങളെ കേൾക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരണം. ശുശ്രൂഷ മേഖലയെ സ്വർഗം അവരെ വർദ്ധിപ്പിക്കുമാറാകണം, അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ, പുതിയ ചില ജീവിതങ്ങളെ കർത്താവിലേക്ക് നേടുവാൻ, സ്വർഗരാജ്യത്തിലേക്ക് നേടുവാൻ സ്വർഗം അഭിഷക്തന്മാരെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കുന്നു കർത്താവ്. അനേക സഭകളുണ്ട്, സഭകളെ സ്വർഗം നിറച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സകല കുടുംബങ്ങളെ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുക കർത്താവ്. സ്വന്തം സ്വർഗം കർത്താവ് ഇന്ന് രാത്രി സന്ദർശിക്കുന്ന രാത്രിയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഞങ്ങളെ പിന്നെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനത്തെ കർത്താവെ പ്രസ്താവിക്കുവാൻ, പ്രഘോഷിക്കുവാൻ സ്വർഗം കൃപ നൽകിയല്ലോ. പിന്നെ ഈ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം, അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിയോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ കൃപ നൽകുമാറാകണം, ബലപ്പെടുത്തണം. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രി ഞങ്ങളെ ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. നാളെ ഇതേപോലെ നമ്മുടെ ലൈവ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാ ദൈവമക്കളെയും പിന്നെയും ഈ രാത്രി ഞങ്ങൾ നാളത്തേക്കുള്ള ഞങ്ങളുടെ ലൈവിലേക്ക് പ്രത്യേക ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.